ഞാനിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടം പച്ചടി കുരിശുപാറയിലാണ്. വർഷങ്ങൾക്ക് മുൻപ് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിട്ടുന്ന ഒരു പ്രദേശമാണിത്. എന്നാൽ വെറുതെ ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ ഉപേക്ഷിക്കപ്പെട്ട പാറമടകളിൽ സംരക്ഷിച്ച് ഇവിടുത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്ന വിജയകരമായ ഒരു പദ്ധതി ഇവിടെ ഇപ്പോൾ നിലവിലുണ്ട്. അത് നടപ്പാക്കിയതാകട്ടെ കുറച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ. അവരാണ് ഇതാ കാണുന്നത്. ഷിജോ മെമ്പറായിരുന്നു അന്നത്തെ മെമ്പർ. ഇവിടെ കുളം കല്ലുപൊട്ടിച്ച ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ നിന്ന് മെമ്പർ വന്ന് കണ്ടിട്ട് മേറ്റായിട്ട് തൊഴിലുറപ്പേൽ പണി കിട്ടി. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി പണിത് ശരിയാക്കി. അതിനു മുമ്പ് തോട്ടുവാക്കടയ്ക്കലൊക്കെ പോകണമായിരുന്നു വെള്ളത്തിന്. കാശ് കൊടുത്ത് വെള്ളം മേടിച്ചാണ് ഈ നാട്ടുകാർ മുഴുവനും വേനൽക്ക് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അലക്കാനും കുളിക്കാനും വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഈ പ്രദേശത്തുള്ള എല്ലാ മക്കൾക്കും സാധിക്കുന്നു. 73 ദിവസം പണിതു. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഒത്തിരി പണിത് ചുമ്മാ പാറ പിടിച്ച് കിടന്ന കല്ല് കൂട്ടമായിട്ട് അതെല്ലാം മാറി പിറക്കി ഇങ്ങനെ ഇത്ര ആക്കി എടുത്തു. ബാക്കി ഭിത്തികളെല്ലാം കെട്ടി. ഇനി ഇത് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്തെല്ലാം ആണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വെള്ളത്തിന് വലിയ ക്ഷാമമില്ലാതെ ഇരിക്കും. വെള്ളമില്ലാഞ്ഞൊരു പ്രദേശമായിട്ട് ഇവിടെ ഒരു സ്ഥലക്കച്ചവടം പോലും നടക്കാതെ കൊണ്ടിട്ട് കെട്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം ഈ വെള്ളമെന്ന് പറയുന്ന നല്ല തൂട്ടുവാക്കടയ്ക്കലോ എവിടെയെങ്കിലുമൊക്കെ പോയി കോരിക്കൊണ്ട് വരണം. ഇല്ലേ പഞ്ചായത്തോ അല്ലെന്ന രീതിയിൽ വണ്ടിക്ക് കൊണ്ടുവന്ന് ഇറക്കിയാലേ ഇവിടെ കുടിവെള്ളം ഉള്ളൂ. ഇവിടെ വേറെ തോടോ ആറോ ഒന്നും ഇല്ല. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ മെറ്റീരിയൽസ് വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഏതാണ്ട് 100ഓളം കുടുംബങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഈ ജലസംഭരണി നിർമ്മിച്ചത്. ദേശീയ ഗ്രാമീണ പദ്ധതി വഴി ഏറ്റവും മാതൃകാപരമായ പദ്ധതികൾ അവർ അന്വേഷിച്ചപ്പോൾ അതിൽ ഒരു 8 പദ്ധതികളിലൊന്ന് ഒരു പദ്ധതിയായി ഈ പദ്ധതി സ്ഥാനം പിടിക്കുകയുണ്ടായി. അവരോട് വരികയുണ്ടായി, ഡോക്യുമെൻ്ററി ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത് വളരെ ഗുണപ്രദമായതിൽ വലിയ സന്തോഷമുണ്ട്. വെറുതെ ഒഴുകിപ്പോകുന്ന മഴവെള്ളത്തെ സംരക്ഷിച്ചാലും നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് എക്കാലവും ആശ്രയമാകുന്ന ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാമെന്നതിന് തെളിവാണ് നെടുങ്കണ്ടം പച്ചടിയിലുള്ളത്. ഇത് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. നെടുങ്കണ്ടത്തു നിന്നും നന്ദുഷായസ്, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.